അതിരാവിലെ അനന്യ പതുക്കെ കണ്ണുകൾ തുറന്നു. ആദ്യമൊന്നും അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾ അനങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് തൻ്റെ ശരീരത്തിന് ചുറ്റും എന്തോ മുറുകെ ചുറ്റിപ്പിടിക്കുന്നതായി അവൾക്ക് തോന്നിയത്. അവൾ താഴേക്ക് നോക്കി. പിന്നെ പതുക്കെ തല ഉയർത്തി നോക്കി. അപ്പോഴാണ് ഒരു സത്യം അവൾക്ക് മനസ്സിലായത്. താൻ ആദിത്യൻ്റെ നെഞ്ചിലാണ് കിടക്കുന്നതെന്ന്. അവൻ്റെ കൈകൾ തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. അനന്യയുടെ കണ്ണുകൾ ഒരു നിമിഷം വലുതായി. എന്താ ഇത്? അവളുടെ ഉള്ളിൽ അമ്പരപ്പ് നിറഞ്ഞു. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് എന്തിനാ? അവൾ പതുക്കെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇയാളെപ്പോയാ ഇവിടെ വന്നത്? അനന്യ കുറച്ചു നേരം അവനെ തന്നെ നോക്കിക്കിടന്നു. എന്തായാലും ഇയാളെ അടുത്തു വച്ചു കൊണ്ട് ഇങ്ങനെ കിടക്കാൻ പാടില്ല. ഇനി മുതൽ വളരെ അലേർട്ടായിരിക്കണം, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ആദിത്യൻ അപ്പം യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ സുഖമായി ഉറങ്ങുകയാണ്. അനന്യ പതുക്കെ അവൻ്റെ കൈ തൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ അവൻ ഉറക്കത്തിലും ആ പിടി വിട്ടിട്ടില്ലായിരുന്നു. അവൾ കണ്ണുരുട്ടി അവനെ നോക്കി. ഹലോ, ഹലോ, ഹലോ സാർ. അവൾ അനങ്ങിയതേയില്ല. നേരം വെളുത്തു, എഴുന്നേൽക്ക് സർ, നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകണം, അവൾ ഇത്തവണ കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞു. ആദിത്യൻ കണ്ണുപോലും തുറക്കാതെ അവളെ കൂടുതൽ മുറുകെ ചേർത്തു പിടിച്ചു. അവളുടെ സ്വരം കേൾക്കാനായി. കുറച്ചു നേരം മിണ്ടാതെ കിടക്കടി. ഉറക്കത്തിനിടയിൽ അവൻ പിറുപിറുത്തു. നല്ല തണുപ്പ്, നല്ല സുഖമുണ്ട് ഇങ്ങനെ കിടക്കാൻ. അത്രയും പറഞ്ഞിട്ട് അവൻ വീണ്ടും സുഖമായി ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഇന്ന് രാത്രി ഉത്സവമുള്ളത്. എന്തൊക്കെയാ അന്ന് വലിയ ആഞ്ജനേയ ഭക്തനെ പോലെ സംസാരിച്ച ആളാ നിങ്ങൾ. ഇപ്പോൾ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ എന്താ ഇങ്ങനെയല്ല നിങ്ങൾ കിടന്നുറങ്ങുന്നത്? ആദ്യത്തിനൊന്നും കേട്ടതായ മട്ടിൽ ഉറക്കം നടിച്ചു തുടർന്നു. അനന്യ ക്ഷമ പതിയെ തീരുകയായിരുന്നു. ഇപ്പോൾ മാറും എന്ന് കരുതുന്നുണ്ടല്ലോ, ഇല്ലയോ? അവൾ അവസാനമായി ചോദിച്ചു. അപ്പോഴും അനക്കമില്ല. അവൾ കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്നു. പിന്നെ അവളുടെ കണ്ണുകൾ ഒരു കുസൃതി തിളക്കം തെളിഞ്ഞു. ശരി, ഇനി വേറെ വഴിയില്ല. അവൾ മുറുക്കി പിടിച്ചിരുന്ന അവൻ്റെ കയ്യിൽ അവൾ പിടിച്ചു. അടുത്ത നിമിഷം അവൻ്റെ കൈ അവൾ നല്ല പോലെ കടിച്ചു വെച്ചു. അനന്യ, അമ്മേ. ആ ആദ്യത്തെ ഞെട്ടിപ്പിടിഞ്ഞ് കണ്ണു തുറന്നു. ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലായില്ല. പിന്നെ കൈയിലേക്ക് നോക്കി. അനന്യ അല്പം മാറി നിന്ന് അവനെ നോക്കുകയാണ്. ആദ്യത്തിന് കണ്ണുകൾ തുറിച്ചുകൊണ്ട് അവളെ നോക്കി. എന്താടി, എന്താ നീ പട്ടിക്കുട്ടിയാണോ? മനുഷ്യൻ്റെ കൈ മുഴുവൻ കടിച്ചു വെച്ചിരിക്കുന്നു, അവൻ കൈ തടവിക്കൊണ്ട് പറഞ്ഞു. ഭദ്രകാളി തന്നെ. അനന്യൊന്നും മിണ്ടാതെ അവനെ തന്നെ തുറച്ചു നോക്കി നിന്നു. എടി, ആദ്യത്തെ വേദനയുടെ കൈ തിരുമ്മി. ഇങ്ങനെ രക്തദാഹിയെ പോലെ നടക്കുന്നത് എന്തിനാടി നീ? അവൻ അവളെ നോക്കി പല്ലു കടിച്ചു. വേണമെങ്കിൽ ഇന്ന് ഞങ്ങളുടെ അമ്മയോട് പറഞ്ഞ് നിനക്ക് മട്ടൻ ബിരിയാണി ഉണ്ടാക്കി തരാം. മതിയോ നിന്റെ കടിയെല്ലാം? അപ്പോൾ തീരും. അവൻ കടിച്ച പാടിലേക്ക് നോക്കി. പക്ഷെ എൻ്റെ കൈ കടിച്ചു വെക്കുന്നതെന്തിനാ ഭദ്രകാളി നീ? അനന്യ അവനെ നോക്കി പുരുകമുയർത്തി. നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ വേറെ എന്ത് വഴിയുണ്ടായിരുന്നു സർ? അതുകൊണ്ടാ ഞാൻ കടിച്ചത്. നിങ്ങളെ എണീക്കുന്നില്ല. ആദിത്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് യാതൊരു കുറ്റബോധവുമില്ല. അവൻ്റെ മുഖത്ത് പതുക്കെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇവിടെ ഒന്ന് സൂക്ഷിക്കണം, അവൻ മനസ്സിൽ പറഞ്ഞു. കാണാൻ പക്ഷെ ഉള്ള മുഴുവൻ ഒരുപാട് വികൃതിയാ പെണ്ണിൻ്റെ. നോക്ക്, ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞതല്ലേ, നിങ്ങളല്ലേ എന്നെ വേണ്ട എന്ന് പറഞ്ഞ്. നീ എൻ്റെ വീട്ടിലെ വേലക്കാരിയാണ്, നിങ്ങളുടെ സ്റ്റാറ്റസ് എനിക്ക് ചേരില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ. ഇപ്പോൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ മനസ്സ് മാറിയത്? എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി? അനന്യ നേരെ ആദിത്യൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഡി, നിനക്കെന്താ തലക്ക് സുഖമില്ലേടി? ആദിത്യൻ അവളെ നോക്കി പുരുകമുയർത്തി. ഇടയിൽ കുറച്ചുനാൾ നീ എന്താ കോമയിലായിരുന്നോടി? ആകെ 2 ആഴ്ച മാത്രമാണ് നിന്നെ ഞാൻ കഷ്ടപ്പെടുത്തിയത്. അതിനുശേഷം നിന്നെ ഞാൻ എങ്ങനെയാണ് നോക്കിയതെന്ന് ഓർമ്മയുണ്ടോടി നിനക്ക്? അവനൊന്ന് നിർത്തി. നീ ഐസ്ക്രീം ചോദിച്ചപ്പോൾ വാങ്ങി തന്നില്ലേ? രാത്രി 1 മണിക്ക് കുൽഫി ഐസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ നിന്നെയും കൂട്ടിക്കൊണ്ടും പുറത്തു പോയി വാങ്ങി തന്നില്ലേ ഞാൻ? അതൊക്കെ പിന്നെ എന്താടി? അതൊക്കെ വാങ്ങി തന്നില്ലേ? അതൊക്കെ നീ മറന്നു പോയോ? ആദ്യത്തെ ചോദ്യം പൂർത്തിയാക്കി അനന്യ പതുക്കെ നെടുവീർപ്പിട്ടു. സാർ, അതൊക്കെ രണ്ടുപേരും ഒരേ വീട്ടിൽ കഴിയുമ്പോൾ ഒരാൾക്ക് വയ്യെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്ന സ്വാഭാവികമാണ്. അതിലൊന്നും കണക്ക് പറയാൻ പാടില്ല. അവൾ ഒരു നിമിഷം മിണ്ടാതിരുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ വയസ്സെത്ര, നിങ്ങളുടെ വയസ്സെത്ര, നമ്മൾ തമ്മിൽ ഒത്തുപോകുമോ? അവളുടെ ശബ്ദം ഇത്തവണ ഉറപ്പുണ്ടായിരുന്നു. ഇവിടെ നോക്ക്, എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല, എങ്കിലും വ്യക്തമായി പറയാം. അവൾ ആദ്യത്തിനെ തുറച്ചു നോക്കി. എനിക്ക് പഠിക്കണം, അതിനുമപ്പുറം ഒന്നുമില്ല, അവൾ പതുക്കെ പറഞ്ഞു. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്
പകരം വേറൊരാളെ ജോലിക്ക് വെക്കുന്നത് പോലെ വന്ന് ഒരാളെ ഭാര്യയായി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് അവളുടെ വാക്കുകൾ കേട്ട് ആദിത്യൻ്റെ മുഖത്ത് പുഞ്ചിരി പതുക്കെ മങ്ങി. അങ്ങനെ നോക്കിയ അനന്യയുടെ ശബ്ദം നേർത്തു. എൻ്റെ ചേച്ചി ഇരിക്കേണ്ട സ്ഥാനത്താ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. നിർബന്ധത്തിന് വഴങ്ങി എന്നെ സ്വീകരിക്കരുത് നിങ്ങൾ. അനന്യയുടെ ശബ്ദം ഇത്തവണ പതറിയില്ല, മറിച്ച് ഉള്ളിലെ വേദന മുഴുവൻ അടക്കി പിടിച്ചുകൊണ്ടുള്ള ഉറച്ച സ്വരമായിരുന്നു അവളുടേത്. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. കോളേജ് തുറക്കുമ്പോൾ എന്നെ ഹോസ്റ്റലിലാക്കും. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഡിവോഴ്സ് പേപ്പർ ഒപ്പുവെച്ച് തരാം. അവൾ ആദിത്യൻ്റെ മുഖത്തേക്ക് നോക്കി. നിങ്ങളുടെ പതിവുക്ക് അനുയോജ്യമായ നല്ലൊരു പെൺകുട്ടിയെ നോക്കി വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചോളൂ. എനിക്കതിൽ യാതൊരു എതിർപ്പുമില്ല. ഓരോ വാക്കും അവൻ്റെ മനസ്സിലേക്ക് മുഖത്തടിച്ചതുപോലെ പതിഞ്ഞുപോയി. പക്ഷെ അവൾ ഒരു നിമിഷം ശ്വാസമെടുത്തു. അതുവരെ എന്നോട് ഇതുപോലെ അടുത്ത് വരാതിരിക്കും. എനിക്ക് ഒരുപോലെ സങ്കടവും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് സർ. അത്രയും പറഞ്ഞ് അനന്യ മുഖം തിരിച്ചു. ആദിത്യൻ ഒന്നും പറഞ്ഞില്ല. അവളുടെ വാക്കുകൾ മറുപടി കണ്ടെത്താനാകാതെ കുറച്ചു നിമിഷം അവൻ അവിടെ തന്നെ ഇരുന്നു പോയി. എന്തൊക്കെയാ നാട്ടിലേക്ക് പോകണം, നിന്റെ വീട്ടിലെ കുളത്തിൽ ചാടണം എന്നൊക്കെ പറഞ്ഞിട്ട് ചാടിത്തുള്ളിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതെന്തിനാടി നീ? അവനൊടുവിൽ പതിവ് കുസൃതി ഭാവത്തിലേക്ക് മടങ്ങാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. അനന്യ അവനെ നോക്കി. സാർ, എനിക്ക് മുൻപേ നിങ്ങളെ അവിടെ കണ്ടിട്ടില്ലല്ലോ. അവളുടെ മറുപടി കേട്ട് ആദിത്യൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു. പോയി കുളിച്ചിട്ട് വാ. അത്രയും പറഞ്ഞ് ആദിത്യൻ താഴേക്ക് നടന്നു. അനന്യ അവൻ പോകുന്നത് നോക്കി കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു. താഴെ പോയേക്കും വീട്ടിലെ പതിവ് തിരക്കുകൾ തുടങ്ങി. വിഹാനും തീം ഇതുവരെ പുറത്തേക്ക് വന്നിരുന്നില്ല. ഇപ്പോഴും വിഹാൻ എന്തെടുക്കുകയാവോ? ജാനമ്മ പിറുപിറുത്തുകൊണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് പടികൾ കയറി ആദിത്യൻ താഴേക്ക് വരുന്നത് കണ്ടത്. അമ്മേ, അവൻ വിളിച്ചു. ജാനു അവനെ തിരിഞ്ഞു നോക്കി. ഡാ, ഇത്രയും സമയമായി. എപ്പോഴും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ജോഗിങ്ങിന് പോകുന്നവനാ. ഇന്ന് ഈ സമയം 7 മണിയായിട്ടും ഇതുവരെ താഴേക്ക് വന്നിട്ടില്ല അവൻ. ഒന്ന് ഫോൺ ചെയ്ത് നോക്കുന്നേ. ജാനുമ്മ പറഞ്ഞതും ആദിത്യൻ ഫോൺ എടുത്തു വിഹാനെ വിളിച്ചു. അപ്പോഴാണ് ഫോൺ ശബ്ദം കേട്ട് വിഹാൻ കണ്ണു തുറന്നത് തന്നെ. അവൻ്റെ അരികിൽ ദിയായിരുന്നു. പുതപ്പിനുള്ളിൽ ചുരുണ്ടു കൂടി കിടക്കുന്ന അവളെ കണ്ടപ്പോൾ വിഹാൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാനാവാത്ത വികാരം നിറഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ടവളെ കുറച്ചു നേരം നോക്കി നിന്ന ശേഷം അവൻ പതിയെ അവളുടെ നെറ്റിൽ ചുണ്ടമർത്തി. ദിയ, ഇത്രയും നാൾ നീ എന്നെ എത്രത്തോളം തളർത്തിയെന്ന് കണ്ടോ നീ? അവൻ്റെ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നത് സന്തോഷമായിരുന്നു. ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഐ ലവ് യു ഡി. ഉറക്കത്തിലായിരുന്നു അവളുടെ നെറ്റിയിൽ വീണ്ടും ഒരു മുത്തം നൽകി അവൻ ഫോണെടുത്തു. വിഹാൻ, 10 മണിക്ക് നിങ്ങളുടെ അമ്മായിയുടെ കൂടെ നാട്ടിലേക്ക് പോകേണ്ടടാ. ഫോണിൻ്റെ മറുവശത്ത് ആദിത്യൻ്റെ ശബ്ദം. ഏട്ടാ, താ വരുന്നു. വിഹാൻ ഫോൺ വെച്ചു. പിന്നെ ഒരു നിമിഷം നിശബ്ദനായി നിന്നു. ശരിയാണല്ലോ, ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ കിടക്കുക. ഇവനെന്താ ഇത്ര ആക്റ്റീവായി സംസാരിക്കുന്നത്? അവൻ മനസ്സിൽ ചിരിച്ചു. പിന്നെ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടിയിരുന്ന ദിയയെ നോക്കി. ദിയ. അവൾ അനങ്ങിയതേയില്ല. ഹേ ദിയ, നാട്ടിൽ പോകേണ്ടേ, എഴുന്നേൽക്ക്. അവൻ പതുക്കെ അവളെ വിളിച്ചു. ദിയ പുതപ്പിനുള്ളിൽ തന്നെ മുഖം മറച്ചുകൊണ്ട് പിറുപിറുത്ത്. പോടാ വിഹാൻ. അവളുടെ ശബ്ദത്തിൽ ഉറക്കവും ക്ഷീണവും കലർന്നിരുന്നു. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ശരീരമൊക്കെ നല്ല വേദനയാണ്. അവൾ വീണ്ടും കണ്ണടച്ചു. നീ ഒന്ന് എണീക്കടി, ഏട്ടൻ ഇപ്പോൾ വിളിച്ചു. നിനക്കൊരു വിവരവുമില്ലേ? നാട്ടിൽ പോയി വന്നിട്ട് പിന്നെ ഫ്രീ ആയിരിക്കാമായിരുന്നില്ലേ? വിഹാൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു. കിടന്നിട്ടിപ്പോൾ എനിക്ക് അനങ്ങാൻ പോലും വയ്യ. ഞാൻ എങ്ങനെയാ നാട്ടിലേക്ക് വരുന്നേ? ദിയ സങ്കടത്തോടെ മുഖം ചുളിച്ചു. ഒന്നുമില്ലെങ്കിലും അവരോട് പൊയ്ക്കോളാൻ പറ. നമുക്ക് വൈകുന്നേരം പോയാൽ പോരെ? അവൾ പ്രതീക്ഷയോടെ വിഹാനെ നോക്കി. ദിയ, നമ്മളിപ്പോൾ പോയില്ലെങ്കിൽ ശരിയാകില്ല. വിഹാൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏട്ടനും അനന്യയും ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഡാ. നദിയ സംശയത്തോടെ അവനെ നോക്കി. അവർക്കൊരു പ്രശ്നമില്ലാതെ എങ്ങനെയാടാ ഇറങ്ങാൻ കഴിഞ്ഞത്? അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ദിയ. വിഹാൻ കുറച്ചു നേരം ആലോചിച്ച പോലെ നടിച്ചു. അതാണ് എനിക്കും മനസ്സിലാകാത്തത്. അവൻ ഗൗരവം നടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഏട്ടൻ സംസാരിക്കുന്നത് ആക്റ്റീവ് കണ്ടിട്ട് അവനൊന്ന് നിർത്തി. ഇന്നലെ രാത്രി അവിടെയൊന്നും നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ടത് ദിയയുടെ കണ്ണുകൾ പെട്ടെന്ന് തുറന്നു. എന്താ? അവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് വിഹാനെ നോക്കി. വിഹാൻ ചിരി അടക്കാൻ പാടുപെട്ടു. ദിയയുടെ മുഖത്ത് അപ്പോഴും നാണവും അമ്പരപ്പും ഒരുമിച്ചെത്തിയിരുന്നു.